ആദ്യമേ ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ ശുഭരാത്രി പറയാൻ വരുന്നത്. ഞാൻ ലൈവിൽ വന്നായിരുന്നു കേട്ടോ. അന്നേരത്തേക്ക് ഇവിടുത്തെ നെറ്റ് പ്രശ്നം കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനത് നിർത്തി വെക്കേണ്ടി വന്നു ഇടയ്ക്ക് വെച്ച്. നാളെ നമുക്ക് ലൈവിൽ വരാം കേട്ടോ. നാളെ വരാം. 2-3 ദിവസം കൂടിയിട്ട് ഇന്ന് എനിക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രശ്നം വരുന്നുണ്ട്, നെറ്റ് പ്രോബ്ലം ഒത്തിരി ഇതാണ്. അപ്പോൾ അത് കാരണം നിർത്തേണ്ടി വന്നു. സോറി കേട്ടോ, എല്ലാവരും ക്ഷമിക്കണേ. ഞാൻ അതൊരു ലൈവായിട്ട് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. ഒത്തിരി വിഷമമുണ്ട്, സദയം ക്ഷമിക്കുക. അപ്പോഴേ നമുക്ക് ശുഭരാത്രി പറയുന്നതിന് മുമ്പേ എന്നത്തെയും പോലും നമുക്കും ഒന്ന് ഇത് പറഞ്ഞിട്ട് പോകാം അല്ലേ. ജീവിതം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മളെ ജീവിതം നീങ്ങുന്നത്. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിതം നീങ്ങണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വഴിയെ നമ്മൾ പൊരുത്തപ്പെട്ട് പോവുക. ജീവിതം എങ്ങനെ പോകുന്നു ആ രീതിയിൽ നമ്മൾ അതിനോടൊപ്പം പൊരുത്തപ്പെട്ട് പോവുക. എങ്ങനെയാണോ നീങ്ങുന്നത് അതിനനുസരിച്ച് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക. ശരിയല്ല ഞാൻ പറഞ്ഞത്? നമ്മൾ ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴാണ്, അങ്ങനെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അത് നീങ്ങുന്നതെങ്കിൽ നമ്മളവിടെ തകർന്നു പോകും, നമ്മളെ മനസ്സ് തകർന്നു പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അങ്ങനെ ഒരു മനസ്സ് തകർച്ച വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ജീവിതം ഏത് വഴിക്കാണോ പോകുന്നത് നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെയായിത്തീരുന്നു നമ്മൾ വിചാരിക്കില്ല. അപ്പോൾ എങ്ങനെയായിത്തീർന്നോ ആ വഴിക്കങ്ങ് പോവുക. അതിനൊപ്പം സഹകരിച്ച് ജീവിതത്തിനോടൊപ്പം സഹകരിച്ച് നമ്മൾ പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് തകർന്നു വീഴില്ല. ഇല്ലേ? അത് പറ്റാത്തടത്താണ് മനസ്സ് തകർന്നു പോകുന്നത്. അപ്പം ജീവിതം പോകുന്ന വഴി നമ്മളുടെ മനസ്സ് പൊരുത്തപ്പെട്ട് അതിനോടൊപ്പം നടന്നാൽ ആ ഒരു പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ശുഭരാത്രി കേട്ടോ. എല്ലാവരും ചിന്തിക്കൂ, നല്ല ആലോചിച്ച് ചിന്തിക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ പ്ലീസ്.